ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ കേക്ക് അമ്മക്ക് എങ്ങനെ സെറ്റാക്കാമെന്ന് നോക്കാം. അതായത് സ്പഞ്ചൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്, ഐസിങ്ങും അതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഫില്ലിങ്ങും ഒക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ 50 ഗ്രാം അണ്ടിപ്പരിപ്പിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് കണക്ക് മുറിച്ചെടുക്കും. ഞാൻ ഇവിടെ മുറിക്കുകയാണ് ചെയ്യണത്. വല്ല കട്ടർ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കറക്കി എടുത്താൽ മതി. ഇതായിരിക്കും ഇത്തിരി കൂടെ നല്ലത്, കടിക്കാനൊക്കെ കിട്ടുന്ന രീതിയിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ കൂടെ ആൽമണ്ട് ചേർക്കാം. അതെനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഷോപ്പിലൊക്കെ അന്വേഷിച്ചെങ്കിലും കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് മോഡിൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയൊക്കെ ഒരിതിൽ, അതായത് കേക്ക് വൈറ്റിൻ്റെ ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. രണ്ടും കൂടെ മിക്സായിട്ട് കിട്ടും. ഇത് ഉണ്ടാക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ആക്കാൻ എടുത്തേക്കണം വെജിറ്റബിൾസൊക്കെ നല്ല തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കൂലേ, ആ സംഭവത്തിലാണ് ആക്കി വെക്കണം. നിങ്ങൾക്ക് കത്തി വെച്ച് വേണമെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ എടുത്തത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ 1 കപ്പ് കാണിക്കാൻ പറ്റിയുള്ളൂ കേട്ടോ. എങ്കിലേ അങ്ങനെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ തികയൂ. പിന്നെ അതിൻ്റെ മണ്ടയിൽ പൂവ് അങ്ങനെയൊക്കെ വരയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ ക്രീമൊക്കെ ആവശ്യം വരും. ഞാൻ കുറഞ്ഞു പോയി, പിന്നെ രണ്ടാമതുകൂടെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും ഐസിങ് ഷുഗർ ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. കുറച്ച് മധുരം ഇത്തിരി കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പല സ്പീഡിലായിട്ട് മിക്സ് ചെയ്യണം. ഒന്നൊന്നുള്ള സ്പീഡിൽ ഒരു 2 മിനിറ്റ് മിക്സാക്കിയതിന് ശേഷം അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ ക്രീമൊക്കെ നന്നായി സ്റ്റിഫായി വരുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല ഇതേ കണക്ക് നല്ല ഫോമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ക്രീം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ മിൽക്കും വാട്ടറും പഞ്ചസാരയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഡാർക്ക് കോമ്പൗണ്ടും ഇതെല്ലാം നമ്മൾ സെറ്റാക്കി വെക്കണം. ക്രീം, മിൽക്ക് മെയ്ഡ് ഇതെല്ലാം അടുത്തടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ കേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ ഉണ്ടാക്കുന്ന 1 kg കേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ 3 ലെയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഈ ക്രീമൊക്കെ ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ചൊക്കെ പൈപ്പിംഗ് ബാഗിലാക്കി, അതായിരിക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം തേച്ചതിന് ശേഷം കേക്ക് വയ്ക്കുക. അതായത് നടുക്കത്തെ ലെയറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത്. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പാക്കി ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഇതെടുത്ത് വീഴ്ത്തി എല്ലായിടവും നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യുക. അതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ടേ. പൈപ്പിംഗ് ബാഗിലിരിക്കുന്ന ക്രീം എല്ലായിടത്തും ഒരേ കണക്കിൽ ചെയ്തെടുക്കുക. ക്രീമൊക്കെ ഒരേ ലെവലിൽ കിട്ടിയതിന് ശേഷം നമുക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കുക. എല്ലായിടത്തും ഒരേ കണക്കാവുന്ന രീതിയിൽ, എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ചേർത്താൽ നല്ലതായിരിക്കും.
ഈ ചോക്ലേറ്റ് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടും. അന്നേരം ചെറുതായിട്ട് അലിഞ്ഞണക്കായിരുന്നു ഇരുന്നത്. അതായത് നമ്മളെ കയ്യിലെ ചൂടടിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ആവും. ചോക്ലേറ്റും കാഷ്നട്ടും എല്ലായിടത്തും ഒരേപോലെ ഈവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർത്തതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ലെയർ കേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നും നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാം അങ്ങനെ ചെയ്താൽ മതി. 2 ലെയറിൽ ഞാൻ ചോക്ലേറ്റും കാഷ്നട്ടും ചേർക്കാറുള്ളൂ. ഏറ്റവും ലാസ്റ്റ് ലെയറിലെ കേക്കാണ് ഇവിടെ മുകളിൽ വെക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷവും നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെ ഷുഗർ സിറപ്പും വീത്തിയതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് വീത്തി പിന്നെ നമ്മൾ ക്രീം വെച്ച് ഐസിങ് ചെയ്തെടുക്കുകയാണ്. ഐസിങ് ചെയ്ത വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. അതാണ് പിന്നെ കാണിക്കാൻ പറ്റിയില്ല. ചെയ്യുന്ന ഇടയിൽ കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ ഒന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കയറി ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളും ഇതുപോലെ വീട്ടിൽ കേക്കൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ താങ്ക്